ഹായ് അസ്സലാമലൈക്കും. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു വിചാരിക്കും. ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു അൽഹംദുലില്ലാ. ഞാനിന്നൊരു 4 മണി പലഹാരമായിട്ടാണ് നിൽക്കുന്നത്. എന്താണെന്നറിയോ? കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റില്ല ഉണ്ടം പൊരി പോണ്ടാന്നൊക്കെ പറയും. അത് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ? അപ്പം എൻ്റെ വീഡിയോക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഒരു ചെറുപഴം, ഒരു 3 ചെറുപഴം എടുത്തിട്ടുണ്ട്. അത് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇതിൽ ചെറിയ ജീരകം, 2 ഏലക്കായി, ചെറിയ പട്ട ചതച്ചെടുത്താണ് അത് ഇതിലേക്ക് ഇടുക. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഈ ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഇതാ ഒരു 3/4 ഗ്ലാസ് മൈദപ്പൊടി അതിക്കിടുക. മധുരം ബാലൻസ് ചെയ്യാൻ ലേശം തരി പഴം അടിച്ചെടുക്കണം. ലേശം വെള്ളം പാർന്നിട്ട് അടിച്ചിട്ട് പഴം അടിച്ചെടുത്തുക്കണം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ രുചിയാക്കാൻ. അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് തന്നെ ശർക്കര ഉരുക്കിക്കണം. പഞ്ചസാര ഇട്ടിട്ട് നമുക്ക് ഉണ്ടാക്കാം. പഞ്ചസാര, ഏലക്കായ്, പഞ്ചസാര, ചെറിയ ജീരകം പഴം അടിച്ചെടുത്താൽ മതി. ലേശം വെള്ളം ചേർക്കണം. ഇതിലേക്ക് ലേശം തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്തതാണ് അതും കൂടി ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ കുഴച്ചെടുക്കട്ടെ. ഇനി ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യുക. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് എണ്ണയിൽ പൊരിച്ചെടുക്കണം. 10 മിനിറ്റ് വരെ നമ്മൾ മാവ് കുഴച്ച് വെച്ചിട്ട് ഇത് ഓരോ ബോളുകളായിട്ട് എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായിക്കുന്നു, എണ്ണ ചൂടായിട്ടുണ്ട്. എനിക്ക് പാകത്ത് വലുപ്പത്തിന് ഉരുളാക്കിയിട്ട് എണ്ണയിലിട്ടാൽ തീ കുറച്ച് വെക്കണം, അല്ലെങ്കിൽ ഉള്ളു
പുറം മുരിയും ചെയ്യും, ഉള്ളു വേവില്ല. ചെറിയ തീയിൽ കടന്നിട്ട് വേവണം. നമുക്ക് തന്നെ വീട്ടിലുണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന പലഹാരം. കടയിൽ നിന്ന് വാങ്ങണ അതേ ടേസ്റ്റിൽ നമുക്ക് തന്നെ ഉണ്ടാക്കി കഴിക്കാം. ഇത് റേഷൻ കടയിൽ നിന്ന് കിട്ടിയ ഗോതമ്പ് പൊടിയാണ്. നമ്മൾ ആട്ടമാവായിട്ട് ഉണ്ടാക്കാം. റേഷൻ കടയിൽ നിന്ന് കൊടുന്ന ഗോതമ്പ് പൊടിയാണ് വാങ്ങിയ ഗോതമ്പ് പൊടിയിട്ട് ഞാൻ ഉണ്ടാക്കുന്നത്. നമ്മളെ ബോണ്ട കടയിൽ നിന്ന് വാങ്ങണ അതേ ടേസ്റ്റിലാണ്. നമ്മളടുത്ത് സൂപ്പർ ടേസ്റ്റിൽ ഉണ്ടമ്പൊരി റെഡി ആയിക്കണം. അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയില്ല, കണ്ടോ ഉള്ളൊക്കെ വന്ന് നല്ല സൂപ്പറായിട്ടുണ്ട്. അത്രേ ഉള്ളൂ എൻ്റെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അസ്സലാമു അലൈക്കും.